അനുസരിച്ചാണ് ഞാനിപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് താങ്കൾ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്, ലൈംഗികാരോപണമാണ്. അപ്പോൾ എനിക്കത് പ്രശ്നമില്ലെങ്കിലോ? അല്ല, അത് നിയമവ്യവസ്ഥ എനിക്കത് പ്രശ്നമില്ലെങ്കിലോ? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയിൽ അത് പറയേണ്ടി വരും. അതാണ് പ്രശ്നം. നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ടാണ്. താങ്കൾക്ക് അത് ധൈര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കുറ്റാരോപിതനായിരിക്കുന്ന ജയസൂര്യയുടെ ബർത്ത്ഡേ ആണ്. ഈ ബർത്ത്ഡേ പ്രമാണിച്ച് ജയസൂര്യയുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് കുറിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് അദ്ദേഹം കുറിച്ചിരിക്കുന്ന ഒരു നോട്ടാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അതിനകത്ത് അദ്ദേഹം എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് എൻ്റെ ജന്മദിനം. ആശംസകൾ നേർന്ന് സ്നേഹപൂർവ്വം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസങ്ങളായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ്. ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ 2 വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും മറ്റൊരു വ്യക്തിയെയും പോലെ ഇത് എന്നെയും തകർത്തു. എൻ്റെ കുടുംബാംഗങ്ങളെ ആഴമായ ദുഃഖത്തിലാഴ്ത്തി. എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി, വേദനയായി. മരവിപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തി. ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും. ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം. മനസാക്ഷി ഇത്തിരി പോലും ബാക്കി ഉണ്ടാവരുതേ എന്നേ ഉള്ളൂ. പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണം നേരിടേണ്ടി വരുന്നവരും എന്ന് ഓർക്കുന്നത് നന്ന്. സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയായിരിക്കും. കറക്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം സത്യങ്ങൾ വളരെ സ്ലോ ആയിട്ടല്ല പോകത്തുള്ളൂ. നുണകളാണെങ്കിൽ അങ്ങ് ഫാസ്റ്റായിട്ട് അങ്ങ് കയറിപ്പോവും. അത് തന്നെയാണ് പുള്ളി പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ്. ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ചെത്തും. നിരപരാധിത്വം തെളിയാനുള്ള നിയമ പോരാട്ടം തുടരും. നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്ക് നന്ദി. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, പാപിയുടെ നേരെ മാത്രം. ജയസൂര്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്ന് പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യാജ ആരോപണമാണ് പുള്ളിക്കെതിരെ വന്നിരിക്കുന്നു എന്നാണ് പുള്ളി കൃത്യമായിട്ട് അവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത്. 2 പേരാണ് പുള്ളിക്കെതിരെ വന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, 2 പേരുടെയും കൃത്യമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പ്. 2 പേരെ നമുക്കറിയാം. ഇപ്പോൾ 2 പേരുടെ പേര് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സൂ എന്നും സായ എന്നും വിളിക്കാം. ഈ സൂ എന്ന് പറയുന്ന ആളാണ് ആദ്യം തന്നെ ഈ ജയസൂര്യക്കെതിരെ പീഡന ആരോപണങ്ങളുമായിട്ട് എത്തുന്നത്. അന്ന് പേരൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്ത് ചെയ്തു, അന്ന് അതിന് അവിടുത്തെ ലൊക്കേഷൻ അടക്കം, ആ പടത്തിൻ്റെ ലൊക്കേഷൻ അടക്കം അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് യുവനായകനാന്ന് പറഞ്ഞു. യുവനായകൻ വന്ന് കയറി പിടിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞ പുള്ളിക്കാരി ആ പറഞ്ഞൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പുള്ളിക്കാരി ആദ്യം പറയുന്നത് ഇങ്ങനെയായിരുന്നു: നടന്ന ആ ഒരു സംഭവത്തിൽ അദ്ദേഹം എന്നോട് മാപ്പ് പറയുകയും പിന്നീട് ഈ വർഷം വരെയും ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഒരു വാക്കുകൊണ്ട് പോലും, ഒരു നല്ല സുഹൃത്ത് എന്നതിലപ്പുറം ഒരു മെസ്സേജ് പോലും കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുക ചെയ്തിട്ട്. പുള്ളിക്കാരി ആദ്യം എന്ന് പറഞ്ഞേ, ഇതുപോലെ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു, അന്ന് വന്ന് അത് ആ ഒരു വിഷയം കഴിഞ്ഞ് പിന്നെ മാപ്പ് പറഞ്ഞു, പിന്നെ ഇന്നേ വരെ ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞ ഇതാണ്, ലൊക്കേഷൻ സഹിതം പറഞ്ഞു. അന്ന് ആൾക്കാർ ഈ 2013 ഏത് പടമാണെന്ന് ആൾക്കാർ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് പിക്മാനാന്ന് മനസ്സിലാക്കി അത് ജയസൂര്യയാന്ന് കണ്ടതിന് ശേഷം പുള്ളിക്കാരി പിന്നൊരു ഫോക്കസ് TV-യിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കേട്ടോ, അതിൻ്റെ അത് ജയസൂര്യ അല്ല എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. ജയസൂര്യ അല്ല എന്ന് പുള്ളിക്കാരി അവിടെ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി പിന്നെയും പറഞ്ഞു ഇതുപോലെ ആരാണെന്ന്, ജയസൂര്യയാണെന്ന്. ആഘോഷമാക്കിയതാണ്. ഞാൻ തന്നെ പറയാണ്, പിഗ്മാൻ എന്നാണ് സിനിമയുടെ പേര്. അഭിന റബേക്ക എന്നാണ് സംവിധായകന്റെ പേര്. രമ്യ നമ്പീശൻ ഉണ്ടായിരുന്നു അന്ന്. രമ്യ നമ്പീശനാണ് നായിക. ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു, ഞാൻ എപ്പോഴും ബേക്കിൽ നിൽക്കാനല്ല, ഇച്ചിരി അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലും സാറെന്നൊക്കെ വിളിച്ചിട്ട്. അപ്പൊ സാറ് ഷേക്കാൻ ചെന്നു. ആഹാ സോണിയ വന്നല്ലോ, ഇതാണ് ജയസൂര്യ, ഇതാണ് ഈ പടത്തിലെ ഹീറോ, ഇതാണ് രമ്യ നമ്പീശൻ. രമ്യ നമ്പീശനെ പരിചയപ്പെടുത്തും. അപ്പൊ മനസ്സിലായല്ലോ, കറക്റ്റ് കൃത്യമായിട്ട് കാര്യം പറഞ്ഞല്ലോ. ആ സിനിമയിലെ ഹീറോ ആരാണ്? ജയസൂര്യ. അപ്പൊ ജയസൂര്യയെ കുറിച്ചല്ലേ ഇവർ അപവാദം പറഞ്ഞത്. അപ്പൊ അവര് ആദ്യം പറഞ്ഞു, പേര് പറയാതെ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ജയസൂര്യ ആണോ എന്ന് മീഡിയക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ജയസൂര്യ ആണെന്ന്.
അപ്പോൾ ജയസൂര്യയാണെന്ന് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇവർ പറയുന്നുണ്ട് കേസ് ഞാൻ കൊടുക്കത്തില്ല, കേസിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നു പിന്നെ ഞാൻ കേസ് കൊടുത്തപ്പോൾ ഞാൻ ഈ നടൻ്റെ പേര് പറഞ്ഞു എന്നും പറയുന്നു. ഇവരുടെ ഈ ഒരു ഇത് കള്ളത്തരമാണ് എന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്കൊരു ഡോക്ടറേറ്റ് ഉണ്ട്, ഇവരുടെ പേരിൻ്റെ കൂടെ ഒരു ഡോക്ടറേറ്റ് ഉണ്ട്. ഈ ഡോക്ടറേറ്റിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ നമ്മുടെ അരുൺ ഉണ്ടല്ലോ, നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ അരുൺ ചോദിച്ചു നിങ്ങളുടെ ഡോക്ടറേറ്റ് വ്യാജമാണോ എന്നുള്ള കാര്യം. അപ്പോൾ അവർ ആ ഡോക്ടറേറ്റിനെ കുറിച്ച് കുറേ കള്ളത്തരങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട്. എന്തുമായാലും അത് പൊളിച്ചടിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. താങ്കൾക്കൊരു ഡോക്ടറേറ്റ് ഉണ്ടെന്ന് താങ്കൾ പറയുന്നു, ശരിയാണോ? അതെ. ആ ഡോക്ടറേറ്റ് ആദ്യം തന്നതാണോ? യൂണിവേഴ്സിറ്റി USA ചെയർമാനാണ് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ. ഓ മാധവൻ സാർ സോഷ്യൽ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ് ഓ മാധവൻ സാർ കൊടുത്തത്. എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവരിങ്ങോട്ട് ഓണററി ആയിട്ട് തന്നതാണ്. ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ സർവകലാശാല എന്താണ് സംശയം? താങ്കളുടെ സേവന പ്രവർത്തനങ്ങളെ മാനിച്ചു നൽകിയ ഡോക്ടറേറ്റ് ആണോ? അതെ 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 അതെ. അത് തന്നത് നമ്മുടെ ISRO ചെയർമാനാണ്. കേട്ടോണം. നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചിട്ടായിരുന്നു ആ ചടങ്ങ്. ഗുഡ്വിൽ സർവകലാശാലയുടെ ആൾക്കാരും കേരളത്തിൽ വെച്ച് മാധവൻ സാർ സമ്മാനിക്കുന്നത് ചോദ്യങ്ങളാണ്. നമുക്ക് അന്വേഷിക്കാം. അമേരിക്കൻ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് കേരളത്തിലുള്ളവർ കൊടുത്തു എന്ന് അരുൺ ചോദിച്ച സമയത്ത് അവിടെ കിടന്ന് അത് നമുക്ക് അന്വേഷിക്കാം എന്ന രീതിയിലാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അരുണിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അരുണിന്റെ സർട്ടിഫിക്കറ്റ്, ഡോക്ടർ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് കേട്ടു നോക്കാം. അമേരിക്കൻ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക? അത് PhD സർവകലാശാല അല്ല, അത് ഓണററി. ഒരു സെക്കൻഡ് ആയിരുന്നു സാർ, അത് PhD പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല. ഇത്തരം ആളുകൾക്ക്, അതായത് ഒരു പ്രത്യേക മേഖലകളിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ്. അതൊരു സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം. അല്ലാതെ MBBS ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതിനെ മിസ്യൂസ് ചെയ്തുകൂടാന്ന് മാത്രമേ അവർ പെട്ടു. എനിക്കൊരു PhD കിട്ടിയിട്ടില്ല. എനിക്ക് 1-2 സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ. അതാണ് നിങ്ങൾക്ക് വ്യത്യാസം. ഇത് അതിന്റെ അതായത് ഒരു ആദ്യം പറഞ്ഞ സർവകലാശാല എന്ന് പറഞ്ഞു, ഇപ്പൊ പറയാം സർവകലാശാലയല്ല. എന്തായാലും വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. പിന്നെ നാളെ തൊട്ട് ഞാനും ഡോക്ടറാകട്ടോ, അതുകൂടെ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന PhD ഡോക്ടറേറ്റ് അല്ല. ഇതെല്ലാ കാലത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് വെച്ചിട്ട് നമ്മളെ വരുന്നവരെയൊക്കെ വിളിച്ചിട്ട് ഡോക്ടറാണെന്ന് വ്യാജാനെ നമ്മൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ഡോക്ടർ തരാം, നിങ്ങൾക്ക് ഒരെണ്ണം തരാന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിളിച്ചിട്ട് കൊടുക്കുന്ന ഒരു സംഭവം കേട്ടോ ഇത്. ഡോക്ടർ തെറ്റുകൾ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ വയ്ക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. എനിക്കും അങ്ങനെയാണ് ലഭിച്ചത്. നേരത്തെ ഒരു പ്രബന്ധം എഴുതി 11 വർഷക്കാലം ഗവേഷണം നടത്തി കിട്ടിയ PhD ആണ്. അരുണിനെ ചോദ്യം ചെയ്തു. ശരി ശരി, താങ്ക് യു. ഓക്കെ ഞാൻ അങ്ങനെ പഠിച്ചല്ല. ഞാൻ സർവകലാശാലയിലെ പ്രബന്ധത്തിന്റെ കോപ്പിയും എന്റെ ആർട്ടിക്കിളുകളും UGCയുടെ അംഗീകൃത ജേർണലുകളിലുമുണ്ട്. ഓക്കെ നോ പ്രോബ്ലം, കുഴപ്പമില്ല. എനിക്ക് തോന്നി എപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടതുമല്ല. എനിക്ക് കൂടുതൽ അങ്ങയെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. നേരത്തെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയെ പരിചയപ്പെട്ടിട്ടുണ്ട്. താങ്കളുടെ ഡോക്ടറേറ്റ് വ്യാജമാണ്. ഇപ്പൊ നിങ്ങൾ തെളിയിക്കൂ, എനിക്കറിയില്ല. ഞാനതിന് പോയിട്ടില്ല. ഗുഡ്വിൽ സർവകലാശാല താങ്കൾ പറഞ്ഞു. കമ്മീഷന് വെക്കാൻ പ്രൈവറ്റ് ഏജൻസിയുടെ PhD ആണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പ്രൈവറ്റ് ഏജൻസിയുടെ ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി. ഞാനൊരു കാര്യം ചെയ്യാം. ഇത്തരം ആളുകളെ നമ്മളെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം. നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പറെല്ലാം എടുത്തിട്ട് വന്നേനെ. നിങ്ങൾക്ക് നേരത്തെ തന്നെ തരാം. നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം ഏത് തരത്തിൽ അവർ അംഗീകൃതം ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന്. ഞാൻ അന്വേഷിച്ചപ്പം ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞ PhD ഡോക്ടറേറ്റ് എന്നുള്ള ഞാൻ അമേരിക്ക കണ്ടിട്ടുകൂടിയില്ല. അതായത് ഞാൻ പറയട്ടെ അരുൺ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത്. അവർക്ക് വലിച്ചിടാം.
അവർക്ക് വലിച്ചിടാം, അവരെ വലിച്ചിടുന്നതിലാണ് വിഷയം. അവർ പറഞ്ഞ കള്ളത്തരങ്ങൾ പൊളിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് വിഷയം, അവർക്ക് നോവുന്നുണ്ട്. അവർ ചെയ്യാത്തൊരു കാര്യത്തിൽ ഓരോരുത്തരെ വിളിച്ചിടുമ്പോൾ അത് വിഷയമൊന്നുമില്ല. നമുക്ക് കേൾക്കാം ബാക്കി. ഞാൻ അതിലേക്ക് പോയില്ല. താങ്കൾക്കെതിരെ താങ്കളുടെ PhD എന്ന് ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. അത് നോക്കൂ, താങ്കളുടെ PhD വ്യാജമാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതുകൊണ്ട് താങ്കളുടെ ഈ ആരോപണം റദ്ദാക്കപ്പെടുന്നില്ല. ഇനി എന്റെ ചോദ്യം അത് വ്യാജമാണെന്നുള്ള കാര്യത്തിൽ ഇതിനെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോധ്യമാണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, കുറ്റം ആരോപിക്കുന്നവരുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ജയസൂര്യക്കെതിരെ എത്തിയ വേറൊരാളുണ്ട്. ആ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളുടെ ക്രെഡിബിലിറ്റി എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ആ പുള്ളിക്കാരിയും എന്ത് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. കാരണം കേസെടുത്തു കഴിഞ്ഞാൽ അവരുടെ മുഖം കാണിക്കാൻ പാടില്ലെന്നാണ് ഒരു നിയമം. ആ നിയമം ഉണ്ടായിരിക്കെ അവരുടെ മുഖം കാണിക്കില്ല എന്ന് മീഡിയ പറഞ്ഞപ്പോൾ അവരവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. കാരണം അവർക്ക് മുഖം കാണിച്ചുകൊണ്ട് വേണം അവിടെ നിൽക്കാൻ. കാരണം എന്തുകൊണ്ടാണ് ബ്ലർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഫെയിം വേണം, ഫെയിം. ആ ഫെയിമിന് വേണ്ടി അവർ മുഖം കാണിച്ചില്ലെങ്കിൽ അവർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവരുടെയൊക്കെ ആ ക്രെഡിബിലിറ്റി എത്രയുണ്ട്, എന്താണ് ഓരോ മനുഷ്യനെ ക്രൂശിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇതെല്ലാം തെളിയണം. തെളിഞ്ഞിട്ട് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇവരൊക്കെയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവർ ഈ വ്യാജ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളതെങ്കിൽ ഇവർക്കെതിരെ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. ഇവർക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം. നമുക്കൊന്ന് കണ്ടു നോക്കാം അവർ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത്. അനുസരിച്ചാണ് ഞാനിപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് താങ്കൾ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്, ലൈംഗികാരോപണമാണ്. അപ്പോൾ എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ? അല്ല, അത് നിയമവ്യവസ്ഥ എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയിൽ അത് പറയേണ്ടി വരും. അതാണ് പ്രശ്നം. ഇപ്പോ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ടാണ്. താങ്കൾക്ക് അത് ധൈര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. അവരുടെ ടൈം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് പോവുക. ഒന്ന് നിങ്ങൾക്ക് മുഖം കാണിച്ചെന്ന് പറയണമെന്നാണോ? കേട്ടോ, അവര് അവിടുന്ന് എഴുന്നേറ്റ് പോയി. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുഖം കാണിക്കണം. മുഖം കാണിച്ചുകൊണ്ട് തന്നെ അവർക്ക് വീഡിയോ പറയണം. അല്ലാതെ മുഖം അവർക്ക് ബ്ലർ ചെയ്തിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തെ ഒരു സത്യാവസ്ഥ. ഇതൊക്കെ അന്വേഷിച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് തെളിയണം. കാരണം ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. ഈ സ്ത്രീകൾ പറയുന്നതാണ് ഇവിടെ ആൾക്കാർ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഈ സ്ത്രീകൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരോപിച്ചു കഴിഞ്ഞാൽ അവർ കുറ്റക്കാരായി മാറുന്ന ആ ഒരു പ്രവൃത്തിക്കണം. ഇവിടെ കുറ്റക്കാരാണോ, കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഒരാളെ ഇങ്ങനെ ക്രൂശിക്കാനായിട്ട്. ഒരു സ്ത്രീ വന്നിട്ട് നാളെ പറയുകയാണ്, അവൻ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് വിശ്വസിച്ചുകൊണ്ട് കേസെടുക്കുക, അതേ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക, മീഡിയക്കാരെടുത്ത് ആഘോഷമാക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ അനുഭവിക്കുന്ന ആടെ ആ ഒരു മാനസിക അവസ്ഥ എത്രമാത്രം ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കണം. ഇതുപോലെ തന്നെയായിരുന്നു ആറാട്ടണ്ണൻ്റെ ഒരു വിഷയം, ഒരു ട്രാൻസ്ജെൻഡർ വന്ന് പറഞ്ഞ കാര്യം. അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ഇടാം. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ജയസൂര്യയുടെ ജന്മദിന ദിവസമായിക്കൊണ്ട് തന്നെ ജയസൂര്യ ആ ഒരു ലെറ്റർ കുറിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 2 വ്യാജ പീഡന ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ എത്തിയിരിക്കുന്നതെന്ന് അത് പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.